ഒടുവിൽ അവനും അവന്റെ കുഞ്ഞി പെങ്ങളുടെ അടുത്തേക്ക് തന്നെ യാത്രയായി. വിധിയുടെ ക്രൂരത എന്നല്ലാതെ ഇതിനെ മറ്റെന്താണ് വിശേഷിപ്പിക്കാൻ കഴിയുക? മാസങ്ങളുടെ വ്യത്യാസത്തിൽ 2 മക്കളെയും ഉമ്മയെയും നഷ്ടമായ ആ പിതാവിന് ഇതെങ്ങനെയാണ് സഹിക്കാൻ കഴിയുക? എന്തു പറഞ്ഞാണ് ആ മക്കളുടെ ഉമ്മയെ ആശ്വസിപ്പിക്കാൻ സാധിക്കുക? കടലിനോട് ചേർന്ന് കിടക്കുന്ന പഴയ പള്ളിക്കാട്ടിൽ ഒരു കൊച്ചു ഖബറുണ്ട്. ചുവന്ന പനിനീർ പൂക്കൾ ആ ഖബറിൻ തലയ്ക്കിൽ എപ്പോഴും വിടർന്നു നിൽക്കുന്നുണ്ടാകും. ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കമായ പുഞ്ചിരി പോലെ ആരെയും ആകർഷിക്കുന്ന പൂക്കൾ. നാട്ടിലുള്ളപ്പോഴെല്ലാം എന്നും രാവിലെ മകളുടെ ഖബറിനടുത്തെത്തി ആ ചെടികൾ നനയ്ക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പിതാവ് നജാഫിനെ നാട്ടുകാർക്കെല്ലാം സുപരിചിതമാണ്. ആ കാഴ്ച കാണുന്നവരെല്ലാം ഇങ്ങനെയൊരു വിധി ഇനി ആർക്കും കൊടുക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ സമാനതകളില്ലാത്ത വേദന തന്നെയാണ് വിധി ഇപ്പോഴും അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കൊയിലാണ്ടി കടലൂർ നന്ദി ബസാർ കേയക്കണ്ടി നജാഫ് ജിഷാന ദമ്പതികളുടെ മകളായ ആമിന മരണപ്പെടുന്നത്. 10 വയസ്സായിരുന്നു അവളുടെ പ്രായം. ജന്മനായുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലും അതീവ കരുതലോടെയായിരുന്നു അവർ അവളെ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ മാതാപിതാക്കളെയും കൂട്ടുകാരെയും അധ്യാപകരെയും ബന്ധുക്കളെയും എല്ലാം കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് അവൾ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഇപ്പോൾ ഇതാ ആമിനയുടെ ഖബറിലെ പൂക്കൾ വാടും മുമ്പേ അവരുടെ പ്രിയപ്പെട്ട റിധൂട്ടനെയും വിധി കവർന്നെടുത്തിരിക്കുകയാണ്. ഇതിനിടയിൽ കഴിഞ്ഞ ജൂണിലാണ് മറ്റൊരു ദുഃഖം കൂടി ഇവരുടെ കുടുംബത്തെ തേടിയെത്തിയത്. നജാഫിന്റെ ഉമ്മ ആയിഷയുടെ മരണമായിരുന്നു അത്. ഹൃദയാഘാതത്തെ തുടർന്ന് പെട്ടെന്നായിരുന്നു ഉമ്മയുടെ മരണം. അതും ആ കുടുംബത്തെ ചെറുതായൊന്നുമല്ല തളർത്തിക്കളഞ്ഞത്. ഇപ്പോൾ പൊന്നുമോളും ഉമ്മയും പോയ അതേ വഴിയെ തന്നെ മകൻ റിദാനും യാത്രയായിരിക്കുകയാണ്. വെറും 22 വയസ്സേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ റിദാന്. കുറച്ചു ദിവസങ്ങളായി ചിക്കൻ ബോക്സ് ബാധിച്ച് കോഴിക്കോട് മെയ്ത്ര ഹോസ്പിറ്റലിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു റിദാൻ. അസുഖം ബാധിച്ച ശേഷം ആരോഗ്യം വീണ്ടെടുത്ത് വീട്ടിലേക്ക് വരാൻ തുടങ്ങുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഹൃദയാഘാതത്തിന്റെ രൂപത്തിലെത്തി റിദാനെയും വിധി കവർന്നെടുക്കുന്നത്. വെറും മാസങ്ങളുടെ ഇടവേളയിൽ 2 മക്കളെയും ഉമ്മയെയും നഷ്ടപ്പെടുക. ഒരു മനുഷ്യ മനസ്സിന് എങ്ങനെയാണ് ഈ സങ്കടമൊക്കെ താങ്ങാൻ കഴിയുക? വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ആ മാതാപിതാക്കൾക്കുണ്ടായ തീരാനഷ്ടങ്ങൾ. എന്തായാലും ആ മാതാപിതാക്കൾക്ക് ഈ വേദനയും മറക്കാനുള്ള കരുത്ത് ലഭിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നടപടികൾക്ക് ശേഷം റിദാന്റെ മൃതദേഹം കടലൂർ ജുമാ മസ്ജിദിൽ ഖബറടക്കം നടത്തി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.